പറയൂ സർ. ബാക്കി കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആ കുറെ പേര് എന്നെ മെസ്സേജ് ഒക്കെ ചെയ്തായിരുന്നു. ഐ എം വെരി മച്ച് ഹംബിൾഡ് പീപ്പിൾസ് കമന്റ്സ് ആൻഡ് മെസ്സേജസ്. താങ്ക് യു. പറഞ്ഞോളൂ സർ. അപ്പം ഇനി എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അതെ, നമ്മളിപ്പോ അന്ന് ഈ ഡ്രൈവിങ്ങിലായതുകൊണ്ടേ പിന്നെ റെക്കോർഡിങ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുണ്ടായിരുന്നു. പോട്ടെ. അപ്പോ നമുക്കിപ്പോ ഇത് കിട്ടി. നമ്മള് ടികോങ്ങിൽ ചെയ്തിട്ട് അതിപ്പോ നമ്മൾ ബാലൻസ് ചെയ്ത് ഒരു ലെവലിലെത്തി. അപ്പൊ ചിഗോങ് ഭയങ്കരമായിട്ടൊരു കാവോസിൽ ഒരു കാംനെസ്, ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു എന്റെ എനർജി സിസ്റ്റത്തിന്. അപ്പോ അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം ഫിസിക്കലിയും അത് ഹെൽപ്ഫുള്ളാണ്, എനർജറ്റിക്കലും അത് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് കൂടുതൽ ഭയങ്കരമായ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും ഇത് ഈ എനർജി ചാനൽസിന്റെ ആക്ടിവേഷനും എനർജി മെറിഡിയൻസിന്റെ ത്രൂ ഈച്ച് ഓർഗൻസ് ആയിട്ടുള്ള റിലേഷനും അത് ഒരു ബ്യൂട്ടിഫുൾ സയൻസ് പോലെയാണത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ അതാണ് ഞാൻ ആകെ ചെയ്യുന്ന ഒരു സാധന എന്ന് പറഞ്ഞാൽ ഷിഗോങ് ചെയ്യും ഒരു 1 hour. അത് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യലുള്ളൂ. അപ്പൊ ആ എനർജിയെ നമ്മൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം അല്ലേ? കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാം. അതെ, എനർജി അതൊരു ഫ്ലോ കൂടുതലായിരുന്ന ഒരു എനർജി ഫ്ലോ ഇപ്പൊ കുറവാണ്. പണ്ട് അത് ഭയങ്കരമായൊരു ഫ്ലോ ഓഫ് എനർജിയാണ്, ബോഡി വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിപ്പോ മാറി കുറച്ചും കൂടി ഒരു ഫ്ലോ വന്നിട്ടുണ്ട്. എനർജി കുറച്ചും കൂടി ഗ്രൗണ്ടിങ് ആയി ബോഡി. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഉപകാരമായിരുന്നു. കുറേ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ മാറി. ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ആങ്സൈറ്റി അങ്ങനത്തെ. കാരണം എനർജി ഫ്ലോ ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ബോഡി മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. ബോഡി വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ മൈൻഡും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് വളരെ ഇപ്പോൾ സെറ്റിൽഡായി നല്ലൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. മൈൻഡ് ഇപ്പോ പിന്നെ എങ്ങനെ ഈ ഫ്ലോ മൈൻഡിന്റെ ഒഴുക്കുണ്ടല്ലോ, ചിന്തകളുടെ ഒഴുക്ക്, അത് പൂർണ്ണമായിട്ടും നിന്ന് കഴിഞ്ഞോ അതോ എങ്ങനെയാണ് അവസ്ഥ? ആളുകൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഈ ഫിസിക്കൽ റിയാലിറ്റി അല്ല എന്നുള്ളൊരു അവയർനെസ് എനിക്കുണ്ട്. അത് എന്റെ എക്സ്പീരിയൻഷ്യലി ഉള്ള ഒരു അവയർനെസ് ആണ്. ഈ മെട്രിക്സ് എന്നാണ് ഞാൻ പല വേർഡ്സ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഈ മെട്രിക്സ് ശരിക്കും എനിക്ക് കാണുന്നുണ്ട്. ഞാൻ എന്റെ സിസ്റ്റം ഫുൾ അതിന് അവെയർ ആണ് മെട്രിക്സിന്. പക്ഷെ എന്റെ ഈഗോ സെൽഫ് ഇതൊരു ട്രെയിൻ പോലെയാണ്. ലോങ് റണ്ണിങ് നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ നിർത്തുമ്പോൾ അത് ഒറ്റയടിക്ക് നിൽക്കില്ല, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈഗോ സെൽഫ് ഇങ്ങനെ പതുക്കെ നിന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്. ബട്ട് ഈഗോ മൈൻഡിന്റെ തോട്ട്സും എല്ലാം ഞാൻ അവെയറാണ്. മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ അവെയറാണ്. എൻ്റെ ഈഗോ സെൽഫ് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ അവെയറാണ്. ചില സമയത്ത് ഈ മെട്രിക്സിന്റെ എനർജി സോ മച്ച് അത് ഭയങ്കരമായിട്ട് നമ്മളെ പുള്ള് ചെയ്യും. അപ്പൊ നമുക്ക് ചില സമയത്ത് ഈ അവയർനെസ്സിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ ഡ്രാമയിലേക്ക് നമ്മളെ ഡ്രാഗ് ചെയ്യും പല സമയത്തും. പക്ഷെ ഞാൻ അതിൽ നിന്ന് പഠിച്ചു തുടങ്ങി ആ ഡ്രാഗ് മനസ്സിലാക്കാനും എപ്പോഴാണ് അത് ആ ഒരു മൈൻഡിന്റെ ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ ആ ഈഗോ സെൽഫിന്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാനും ഇപ്പോൾ എനിക്ക് കഴിയുന്നുണ്ട്. ആ ഒരു അവയർനെസ്, അങ്ങനെയാണ് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അവയർനെസ് ആണ് ഇതിനകത്തുള്ളത്, വേറെ ഒന്നുമല്ല. നമ്മളൊരു അവയർനെസ്സിലാണ് നിൽക്കുന്നതെന്നും ബാക്കിയെല്ലാം ആ അവയർനെസ്സിന്റെ ഉള്ളിലാണ്, ആ കോൺഷ്യസ്നെസ്സിന്റെ ഉള്ളിലാണ് ഈ ഈഗോ സെൽഫും മൈൻഡ് ഉള്ളതെന്നും അറിയുന്നു എനിക്ക് ഈ എക്സ്പീരിയൻസുകൾക്കെല്ലാം ശേഷം. പക്ഷെ മൈൻഡിന്റെ കാര്യങ്ങൾ ചെയ്യും. മൈൻഡിൽ കൂടി പീസ് കിട്ടൂല എന്നാണ് എൻ്റെ വിശ്വാസം. മൈൻഡ് ഈസ് നോട്ട് ഗോണ ഗിവ് യു പീസ്.
ആ ആ മൈൻഡിനെ നമ്മുടെ എനർജി കൊടുക്കാതെ അതിന് അവയർനെസ്സിലൂടെ നോക്കിക്കാണുക. അപ്പോൾ ആ മൈൻഡിന്റെ വൃത്തികൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് കുറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ അധികം ഈയിടെയായിട്ട് കഴിഞ്ഞ 1-2 ഇയേഴ്സ് ആയിട്ട് എനിക്ക് കുറഞ്ഞുകൊണ്ട് വന്നു. ഇപ്പോൾ ഈ ചിഗോങ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് കുറവാണ്. അത് ചില സമയത്ത് നമ്മൾ ഈ ഡ്രാമയിലേക്ക് അട്രാക്റ്റഡ് ആവും. പക്ഷെ മോസ്റ്റ്ലി നമുക്കത് അവയർനെസ് വരുമ്പോൾ അതിന് വിട്ട് നിന്ന് അത് ജസ്റ്റ് ഒരു നോക്കി കാണാനുള്ളൊരു എബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള പുതിയ ഇത് നമുക്കിപ്പോൾ ഒരു സഞ്ചാര സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സഞ്ചാരം എന്ന് പറഞ്ഞാൽ വന്നും പോയി കൊണ്ടിരിക്കുക. അതെ അതെ അതെ. അപ്പോൾ ഈ എൻലൈറ്റ്മെന്റിന്റെ ചില സ്ഫുരണങ്ങൾ, ആ സമാധിയുടെ ചില സ്ഫുരണങ്ങൾ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നു. ഇടയ്ക്ക് നമ്മളതിന് പോകുന്നു. ഇതിനെ നമ്മൾ സഞ്ചാര സമാധി എന്ന അവസ്ഥ പറയും. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആരൂഢ സമാധി എന്നുള്ള അതാണ് ഫുൾ ആ എൻലൈറ്റ്മെന്റ് എന്നുള്ള അവസ്ഥ. അതായത് ആരൂഢ ഉറയ്ക്കും. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും സസ്പെൻഡഡ് ആവും, മാറി നിൽക്കും. ചിത്തവൃത്തി നിരോധം എന്നുള്ള അവസ്ഥ. അതിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇപ്പോ ഏതെങ്കിലും ക്രിയകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ഒരു ക്രിയ അങ്ങനത്തെ പ്രാക്ടീസും ചെയ്യാറില്ല. ഞാൻ ആകെ ചെയ്യുന്നത് ഷിഗോങ് ആണ് ചെയ്യാറുള്ളൂ. അത് തന്നെ ഒരു വെരി മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് ആണത്. അത് റിയലി പവർഫുൾ. ഹെവൻ ടു എർത്ത് ഷിഗോങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ മെട്രിക്സ് കാണും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെന്റ്സ് ഒക്കെ ആയതുകൊണ്ട് റിയലി അത് ചെയ്താലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ശരിക്കും വേൾഡ് നിന്നു പോകുന്ന ഒരു ഫീലിംഗ് അത് ചെയ്യുമ്പോൾ, ശരിക്കും ചെയ്തു വരുമ്പോൾ ചില ഷിഗോങ് സിസ്റ്റംസ്. അപ്പോൾ ഞാൻ അത് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം അല്ലാതെ തന്നെ ഞാൻ ഏകദേശം ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് പോലെയാണ് ഞാൻ മോസ്റ്റ്ലി എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ആ അവയർനെസ് ഉള്ളതുകൊണ്ട് സ്പെഷ്യലി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അത് അങ്ങനെയാണ് എപ്പോഴും നമ്മൾ മൈൻഡിനെ വീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ്. അപ്പം പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു 70% അങ്ങനെയാണെങ്കിൽ ഒരു 30% ഈഗോ സെൽഫ് ഉണ്ട്. അപ്പോൾ ആ ഫുള്ളി ഈഗോ ഇല്ലാത്ത സ്റ്റേറ്റിലല്ല ഞാൻ. ആ ഈഗോ സെൽഫ് ഞാൻ കാണുന്നുണ്ട്. അതിങ്ങനെ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ലോലി. ഓൺ ദ വേ ആണ്. അതെ അതെ. അതിപ്പോ രണ്ട് തോണിയിൽ സഞ്ചരിക്കുന്ന പോലെയാണ് ചില സമയത്ത് തോന്നുക. ഓക്കെ. ഈ ചിത്തവൃത്തി നിരോധം ഇതിൽ പറയുന്നത് യോഗസൂത്രത്തിൽ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ചിത്തവൃത്തിയെ നിരോധിക്കുന്നേ ഉള്ളൂ, ചിത്തത്തെ നിരോധിക്കാൻ കഴിയില്ല. അത് നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതാണ് നമുക്ക് മൈൻഡ് വേണം നമുക്ക് ചില കാര്യങ്ങൾ. അത് കഴിയുമ്പോൾ അതിനെ സൈലന്റ് ആക്കി അവിടെ വെക്കും. ആ ഒരു അവസ്ഥ വരും. ഇതിലൂടെ തന്നെ പോകുമ്പോൾ സാറിന് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. ഇനി എന്താ ഇത് ഇതുവരെ നേടിയ ഈ വിജ്ഞാനം, ഈ അനുഭവം ഈ ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഗൈഡ്സ് ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കുറേ നാളായിട്ട്. അപ്പം ഞാനിത് ചെയ്യാതെ ഇരിക്കുമായിരുന്നു. കാരണം ഫുൾ ഈഗോ മാറിയിട്ടേ ഞാൻ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു മനസ്സിലായോ. ഇതിലേക്ക് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ട്. എപ്പോഴും ഒരു കമ്പാഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ ആയപ്പോൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആയി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിൽ പലപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ ഫുൾ എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ഫുൾ ഈഗോ സെൽഫ് പോയിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ടെലിപ്പതിക്കലി ചാനലിങ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ പഠിപ്പിക്കാനായിട്ട് PhD എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇദ്ദേഹം ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നീ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി
നീ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കി ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് ഗൈഡ് സെന്റർ പറഞ്ഞത്. ഉം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് 1-on-1 കൺസൾട്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലി കിട്ടിട്ടില്ല, അല്ലാതെ സൈഡിൽ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വരുന്നതനുസരിച്ച് ചാനലിങ് ചെയ്തിട്ട് അത് ഡിപ്പെൻഡ് ചെയ്യും. അതൊരു 1 hour സെഷൻ പോലെയാണ് ഞാൻ ചെയ്യാറ്. അത് വരുന്ന ആളുടെ എനർജി വെച്ചിട്ട് അത് എല്ലാം മാറും. ചിലർക്ക് ഫുൾ ടൈം ലൈറ്റ് ലാംഗ്വേജ് ചാനലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് ഫുള്ള് മുദ്രാസ് ആയിരിക്കും അവർക്ക് വേണ്ടി വരുന്നത്. ഈ മുദ്രാസ് ഒക്കെ വെരി പവർഫുൾ ആണ്. ഒരു മുദ്ര ചെയ്താൽ അത് വളരെ നമ്മുടെ സ്റ്റേറ്റേ മാറും. മെഡിറ്റേറ്റീവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ചില മുദ്രകൾ. അപ്പോൾ ചിലവർക്ക് വേണ്ടി മുദ്രാസ് എനിക്ക് കാണിച്ചു തരും, മുദ്രാസ് ചെയ്യും. പിന്നെ ചിലർ കണ്ടല്ലോ ലൈറ്റ് ലാംഗ്വേജ് വരും, പിന്നെ ലൈറ്റ് കോഡ്സ് എന്ന് പറഞ്ഞ് വരും. ഞാൻ ചുമ്മാ ഇരുന്നാൽ എനിക്കിങ്ങനെ കോഡ്സ് എനിക്ക് കാണാം. അതൊരു ജിയോമെട്രിക് പാറ്റേൺസ് പോലെയാണ്. അപ്പോൾ അത് ഞാൻ വരച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ അതിൽ കൈ വെക്കുമ്പോൾ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെ ഒരു ഹീലിംഗ് പോലെയാണത്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫിസിക്കൽ റിയാലിറ്റി അല്ല. അപ്പം ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതൊരു കോഡ് പോലെയാണ്, സ്ക്രിപ്റ്റഡ് ആണ്. ചേട്ടൻ പറഞ്ഞ സോഫ്റ്റ്വെയർ പോലെയാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് കണക്ഷൻ അതൊരു കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ സോൾസിനും ഗൈഡ്സ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഗൈഡ്സ് നമുക്ക് ഫ്രീ വിൽ ഉള്ളതുകൊണ്ട് അവർ നമ്മുടെ ലൈഫിൽ അവർ ഇടപെടില്ല. ഫ്രീ വിൽ എല്ലാ സോളിനും ഫ്രീ വിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ എർത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുന്നതുകൊണ്ട് അവർ ദേ വിൽ നോട്ട് ഇന്റർഫിയർ ഇൻ നമ്മുടെ ഫ്രീ വില്ലിനോട്ട്. പക്ഷെ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്താൽ അവർ പ്ലീസ് ഹെൽപ്പ് മീ അല്ലെങ്കിൽ ഐ ഗീവ് യു പെർമിഷൻ ടു ഇന്റർഫിയർ ആൻഡ് ഗൈഡ് മീ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അതർ സൈഡിൽ അല്ലെങ്കിൽ ഫിസിക്കലിൻ്റെ അപ്പുറത്തുള്ള ഡയമെൻഷൻസിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അപ്പം പലപ്പോഴും 1-on-1 സെഷൻ ചെയ്യുമ്പോൾ അവരുടെ ഗൈഡ്സ് ആയിട്ട് എനിക്ക് കണക്ഷൻ വരികയും അവരുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ അവരുടെ ഈഗോ സെൽഫ് അല്ലാത്ത ഹയർ സെൽഫിൽ നിന്ന് മെസ്സേജസ് ആയിട്ട് ടെലിപ്പതിക്കലി വരികയും അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ സെഷൻസ് പലതും ഡിഫറെൻ്റ് ആണ്, പല ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് മന്ത്ര ചാൻഡിങ് അല്ലെങ്കിൽ പേഴ്സണൽ മന്ത്ര പോലെ വരും, മന്ത്ര ചാൻഡിങ്. ചിലപ്പോൾ മന്ത്ര ചാൻഡിങ് മാത്രമായിരിക്കും ആ സെഷൻ, കാരണം സൗണ്ട് റിലേറ്റഡ് ആയിരിക്കും. ഞാൻ എന്നെ കുറേ 1-2 സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് മാസ്റ്റേഴ്സ് എന്നെ വിളിക്കാറുണ്ട് അവരുടെ ക്ലാസ്സുകളിൽ ഞാൻ ചാൻഡ് ചെയ്യാനും ഞാൻ വരുന്ന ഹമ്മ് ചെയ്യുന്നതും ഒക്കെ. അത് കൂടുതലും വലിയ ഗ്രൂപ്പ്സ് ആയിരിക്കും, ചൈനീസ് പീപ്പിൾ ഒക്കെ. അപ്പോൾ അവർക്കൊന്നും ഇന്ത്യൻ മ്യൂസിക് കൂടുതൽ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ അവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ ചാൻഡ് ചെയ്യുന്നതും. അപ്പോൾ അതും ഞാൻ ചെയ്യാറുണ്ട്, ചാൻഡിങ് അല്ലെങ്കിൽ ട്യൂണിങ്. അത് വേറെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് ഹീലിംഗ് അല്ല, ഇത് ജസ്റ്റ് എൻ്റെ വോയിസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള അത് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പായിട്ടുള്ള സെഷൻസ്, മെയിൻലി ചിഗോങ്ങിൻ്റെ ഓൺലൈനായിട്ട് എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു 5 സിസ്റ്റമാണ് എനിക്ക് അറിയാവുന്നത്. അത് വളരെ വളരെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചില സിസ്റ്റംസ് അത് ബേസിക് മൂവ്മെന്റ്സ് ആണോ ഉദ്ദേശിച്ചത്? ബേസിക് അല്ല, ചിഗോങ്ങിന്റെ പല സിസ്റ്റംസ് ഉണ്ടല്ലോ, 5 എലമെന്റ്സ് ചിഗോങ് അല്ലെങ്കിൽ ഷിബാഷി അല്ലെങ്കിൽ ഹെവൻ ടു എർത്ത്, അങ്ങനെ ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പൊ അതിൽ കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. ചില മൂവ്മെന്റ്സ് ചില മെറിഡിയൻസിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ആ മെറിഡിയൻ റിലേറ്റഡ് ആയിരിക്കും സാഡ്നെസ്, ഗ്രീഫ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് വരെ ആൻസൈറ്റി ബ്ലോക്ക് അവിടെ ആണെങ്കിൽ അപ്പൊ അതിനുള്ള എക്സസൈസുകൾ എനിക്ക് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അതൊരു സെറ്റായിട്ട് ഇപ്പൊ 5 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇതിൽ 5 എലമെന്റ്സിന് വേണ്ടിയുള്ള എക്സസൈസുകളാണ്. അതൊക്കെ വെരി മച്ച് ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ ആൻസൈറ്റിയും ഡിപ്രഷൻ, ഈവൻ ഫിസിക്കൽ എലിമെന്റിന് കുറയ്ക്കാൻ. ഇപ്പൊ ലങ് മെറിഡിയൻ റിലേറ്റഡ് എക്സസൈസ് ചെയ്താൽ ലങ്സിന്റെ ഫങ്ഷനിങ് ബെറ്റർ ആവും.
ഇതൊക്കെ ന്യൂറോ സയൻസ് റിലേറ്റഡ് സ്റ്റഡീസ് നടത്തി എല്ലാം അവർക്ക് അതിൽ കുറേ സ്റ്റഡീസ് നടത്തുന്നതാണ് ഈ ഷിഗോങ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പായിട്ട് കുറച്ച് മെഡിറ്റേഷൻ ക്ലാസ്സസ് പോലെ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ വരുന്ന സിംഗിളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഗ്രൂപ്പായിട്ട് ലൈഫ് ലാംഗ്വേജ് ചാനലിങ്ങും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അബോർഡ് ഓഫ് കോൺഷ്യസ്നസ് എന്നാണ് ഞാൻ അതിൽ പേരിട്ടത്. പിന്നൊരു ഫേസ്ബുക്ക് പേജും അതേ പേരിലുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട് സെയിം പേരിൽ. അതിൽ കുറേ പേര് മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഞാൻ എന്താ ഇൻ ഫ്യൂച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇതൊന്നും ഞാനൊരു ഡിസ്ക്ലൈമർ പറയാനുള്ളത്, ഇതൊന്നും മെഡിക്കൽ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ബട്ട് ഇതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങൾക്ക്. അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഷിഗോങ് എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം നമ്മളുടെ റിയൽ സെൽഫ് മനസ്സിലാക്കാനുള്ളൊരു പാത്താണ്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ ഒരുപാട് സ്പീക്കേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോ, പ്രത്യേകിച്ച് യൂത്ത്. നമ്മൾ വിചാരിക്കുന്ന അളവിലല്ല, വൻതോതില് അന്വേഷണം, സ്പിരിച്വൽ ആയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും എല്ലായിടത്തും, വിദേശത്തും എല്ലായിടത്തും. ഇല്ലാത്തത് എന്താ വെച്ചാൽ ജെന്യുവിൻ ആയിട്ടുള്ള മാസ്റ്റേഴ്സാണ്. ജെന്യുവിൻ മാസ്റ്റേഴ്സ് ഇൻ ദ സെൻസ്, അതായത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്, അത് നേടിക്കഴിയുമ്പോൾ മാത്രമാണ് റിയൽ ആയിട്ടുള്ളൊരു ഗുരു ആവുന്നത്. അപ്പോൾ ആ ലെവലിലുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ പലരും പല അബദ്ധത്തിലുമൊക്കെ ചെന്ന് ചാടുകയൊക്കെ ചെയ്യും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ താങ്കളുടെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, കാരണം അത്രയും അനുഭവമുള്ള ഒരാളായതുകൊണ്ട് ഇതൊരു ഇങ്ങനെ അത് സഹായിക്കണം, ആളുകളെ സ്പീക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് താങ്കളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ? അതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിലുണ്ട്. ഈ നമ്പറിൽ ഈ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ടൈറ്റിലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വെച്ചാൽ മതി. പക്ഷെ ഇപ്പൊ എനിക്ക് കുറേ മെസ്സേജുകൾ, ഈ വീഡിയോസ് 3 നമ്മൾ റിലീസ് ചെയ്ത് പിന്നെ അതിൽ ഫുള്ള് ചാറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് എല്ലാവരും റിപ്ലൈ ചെയ്യാൻ. പക്ഷെ അത് ടൈം എടുക്കുന്നുണ്ട്. അത് കാരണം എൻ്റെ ജോലിയും എല്ലാം കൂടി എനിക്ക് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി IT-യിലാണ്, ഞാൻ സൈബർ സെക്യൂരിറ്റിയിലാണ്. അപ്പം പതുക്കെ അതിൽ ഭയങ്കര പൊളിറ്റിക്സ് ആണ്. എനിക്ക് ഈ കോർപ്പറേറ്റ് ലൈഫൊക്കെ എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഡ്രാമ കളിക്കുന്നത് കാണുന്നു. അപ്പോൾ പതുക്കെ ടൈം കിട്ടുമായിരിക്കും ഇതിനു വേണ്ടി, സ്ലോലി. അപ്പോൾ ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വാട്സപ്പ് നമ്പറാണ്. പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെയിലി വരുന്ന മുദ്രാസ് ഇടാനും അല്ലെങ്കിൽ ലൈഫ് ലാംഗ്വേജ് ചാനലിംഗ് ഇടാനും അങ്ങനെ, പിന്നെ എൻ്റെ കുറച്ച് മന്ത്ര ചാനലിങ്ങും ഒക്കെ ഞാൻ ഇടണം എന്ന് ആഗ്രഹമുണ്ട് ഡെയിലി. അപ്പോൾ അങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തു. പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. കാരണം അന്ന് നമുക്ക് സാറിൻ്റെ ഇൻ്റർവ്യൂ പല പ്രാവശ്യം എടുക്കാൻ ശ്രമിച്ചിട്ടും പറ്റാതെ, അന്ന് ആ ഡ്രൈവ് ഒരു ലോങ് ഡ്രൈവായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു. ഞാനത് അത് വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ എന്നാലും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത്രയും ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് വരുന്നത് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളിൽ. അതിനിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും സാറെ ഈ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ വീഡിയോ നമ്മൾ സ്വസ്ഥമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ നമ്പർ അതിലുണ്ട്. ഇതുവരെ എന്തെങ്കിലും വിവരങ്ങൾ സാറിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് അറിയാൻ കോണ്ടാക്ട് ചെയ്യാനാണ് ആ നമ്പർ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരിക്കൽ കൂടി താങ്കളോട് പ്രേക്ഷകർക്ക് വേണ്ടിയും നമ്മുടെ ചാനലിന് വേണ്ടിയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. കീപ്പ് ഇൻ ടച്ച്. സാറിന് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി പറയാനുണ്ട് എന്ന് തോന്നുമ്പോൾ യു ആർ ആൾവേസ് വെൽക്കം. എപ്പോഴും വേഗം ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒരു വാതിൽ എപ്പോഴും തുറന്നിട്ടിട്ടുണ്ടാവും. ഷുവർ ഷുവർ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഞാൻ ഇതുവരെ എവിടെയും ഞാൻ ഇങ്ങനെ പബ്ലിക്കലി സംസാരിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. ഞാൻ എൻ്റെ അടുത്തുള്ള റിലേറ്റീവ്സിന് പോലും അറിയുന്നുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഒരു പാതയിൽ പോയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ എൻ്റെ മാസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഇൻ ടു ദ വേൾഡ് എന്നുള്ളത്. നീ സ്റ്റാർട്ട് ചെയ്യും, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള സ്റ്റൈലിലാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ഞാനായിട്ട് ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു ഇത് വരുമ്പോൾ ആണ് ഞാൻ ഇതിലേക്ക് ഈ ഇന്റർവ്യൂ തരാനുള്ള കാരണവും അതാണ്. ഞാൻ ഐ ഷുഡ് ഡു മൈ പാർട്ട് എന്നുള്ള രീതിയിൽ. ഒരു പക്ഷേ നമ്മളുടെ നിയോഗം അതായിരിക്കും. സാറേ ഈ ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മളിലുള്ള നിയോഗം. ആകസ്മികമായി അങ്ങനെ സംഭവിച്ചു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോയുടെ താഴെ നമുക്ക് ആ 3 വീഡിയോയുടെയും പാർട്സ് 1, 2, 3 എന്ന് എഴുതി ചേട്ടനൊന്ന് ഇടാൻ പറ്റുമോ? വീഡിയോയുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ. കാരണം എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചു ഇതിന്റെ അടുത്ത പാർട്ട് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇത് 3 ഒരെണ്ണത്തിലുണ്ടെങ്കിൽ ആളുകൾക്ക് അത് കാണാലോ ഇതില്. ഞാനതൊരു കാര്യം ചെയ്യാം. അത് മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇടാം. ഈ 4 ഇന്റർവ്യൂ അതുകൂടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ്. താങ്ക് യു.